IFPHന്റെ 1869 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ഷാലു രാജൻ, മോട്ടിവേഷണൽ സ്പീക്കർ, റൈറ്റർ, യൂട്യൂബർ. IFPH വിദ്യാർത്ഥി വിഭാഗത്തിന്റെ സൂം സെഷന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്നു. ഇന്നത്തെ വിഷയം വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ്. ഇതിനോടകം അനേകം നല്ല ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ശ്രീ ഷാലു രാജനെ വൈകാരിക ബുദ്ധി എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് സ്നേഹപൂർവ്വവും സന്തോഷപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഷാലുവിനെ ആരംഭിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഹായ് ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്. എന്തായാലും എനിക്ക് വീണ്ടും ഒരു അവസരം കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നൽകിയതിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി അർപ്പിക്കുകയാണ്. ശബ്ദത്തിൽ ഇത്തിരി പ്രശ്നമുണ്ട്. ശബ്ദം കുറച്ചും കൂടെ അടുത്ത് നിന്ന്. ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞ്, ദൂരോട്ട് മാറാതെ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കൂടി എനിക്ക് നൽകിയതിന് ഞാൻ IFPHനുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡോക്ടർമാരുമായിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ നമുക്കിന്ന് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഈ എല്ലാ ദിവസവും പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ആരോഗ്യത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലാ ദിവസവും നടക്കുന്നത്. അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രോഗങ്ങൾ, ഇവയെ പറ്റിയുള്ള ചർച്ചകളാണ് എല്ലാ ദിവസവും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ പഠനങ്ങൾ അനുസരിച്ച് പറയുന്നത്, ഈ എല്ലാ രോഗങ്ങളുടെയും ഒരു റൂട്ട്സ് എന്ന് പറയുന്നത് മനസ്സാണ്, മനസ്സിലെ പ്രശ്നങ്ങളാണെന്നുള്ളതാണ്. അപ്പോ ഈ നടുവേദന അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോ കാലിന്റെ വേദന, ഇതൊക്കെ സിംറ്റംസ് ആണ്. ഈ സിംറ്റംസ് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ രീതി അനുസരിച്ച് വളരെ പെട്ടെന്ന് ക്യൂർ ചെയ്യുവാൻ കഴിയും അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ്. ഒരു പരിധിവരെ അത് ഓക്കെ ആണ്. ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ ആളുകൾക്ക് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്, എത്രയും പെട്ടെന്ന് തന്നെ രോഗം ഭേദമാവുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അപ്പോൾ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ തന്നെയാണ് ഈ നമുക്കുണ്ടാകുന്ന ഈ തലവേദന അല്ലെങ്കിൽ നടുവേദന അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് ക്യൂർ ചെയ്യുക അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതൊരു പരിധിവരെ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. എങ്കിലും ഈ തലവേദന അല്ലെങ്കിൽ നടുവേദന അല്ലെങ്കിൽ ഈ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത് താൽക്കാലികമായിട്ടുള്ളൊരു ഭേദം അവരിലുണ്ടാകുന്നുണ്ടെങ്കിലും വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അവരിലേക്ക് വീണ്ടും പ്രത്യക്ഷമാവുകയും അതല്ല എങ്കിൽ അത് വേറൊരു രോഗമായിട്ട് പരിണമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്താണോ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അത് രോഗമായിട്ട് പരിണമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ പഠനങ്ങൾ അനുസരിച്ച് ഏകദേശം 7% മുതൽ 50% വരെയുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ തന്നെയാണ്. 100% അത് തന്നെയാണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അതൊരു കാര്യത്തിൽ നമുക്ക് പറയുവാൻ കഴിയില്ല. പക്ഷേ 7% മുതൽ 50% വരെയുള്ള രോഗങ്ങൾ മാനസികമായിട്ടുള്ള തലത്തിൽ നിന്നും സംഭവിക്കുന്നതാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശരീരം എന്ന് പറയുന്നത് സോൾ അല്ലെങ്കിൽ ആത്മാവ്, ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് വരുന്നു. അത് ശരീരം എന്ന വസ്ത്രം സ്വീകരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫിഫ്ത്ത് സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫോർമേഷൻസിനെ നമ്മൾ സ്വീകരിക്കുന്നു. അത് ബാഡ് ആകാം, ഗുഡ് ആകാം. ആ ഇൻഫോർമേഷൻസിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മനസ്സും ശരീരവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവം നമ്മുടെ മുൻപിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അത് ആസ്വദിച്ച് കഴിക്കും. പക്ഷെ മനസ്സിനൊരു പ്രശ്നമുണ്ടെങ്കിൽ
മാനസികമായിട്ട് നമ്മൾ വിഷമം അനുഭവിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു കാരണവശാലും എത്ര നല്ല ആഹാരം അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരം നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുവാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് മാനസികമായ തലത്തിൽ രോഗങ്ങളാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളിലേക്ക് വന്നു ചേരുന്നത്, അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ. അപ്പോ ഈ മാനസിക പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു കുറച്ചു കാലം മുൻപ് വരെ, എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുൻപ് വരെ മനുഷ്യന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുക, ഉണ്ണുക, ഉറങ്ങുക, ഈ ഒരു തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു വേൾഡിലേക്ക് വരുമ്പോൾ അതൊരു കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതായത് എല്ലാവർക്കും എല്ലാം വേണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോ നമുക്ക് അപ്പുറത്തുള്ള ഒരാൾ ഒരു 2 നില വീട് വെക്കുകയാണെങ്കിൽ ഇപ്പുറത്തുള്ള ആൾക്കും അതേ മനോഭാവം, അദ്ദേഹത്തിന്റെ സാമ്പത്തിക സോഴ്സ് എത്രയാണെന്ന് നോക്കാറേയില്ല, എങ്ങനെയെങ്കിലും 2 നില വീട് ഉണ്ടാക്കുവാനുള്ള ഒരു തത്രപ്പാട്. അത് ഏത് കാര്യത്തിലാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള മനുഷ്യന്റെ ഒരു വ്യഗ്രത. ഇത് മുതിർന്നവരിൽ ആ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ കുട്ടികളിൽ അത് വേറൊരു രീതിയിലാണ്. ഒരു കോമ്പറ്റീവ് വേൾഡിലാണ് ഇന്ന് കുട്ടികളും ജീവിക്കുന്നത്. ഇപ്പോ 100-ൽ 95 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിയോട് ഇന്ന് പേരൻസ് ചോദിക്കുന്നത് ബാക്കി 5 മാർക്ക് എവിടെ കൊണ്ട് കളഞ്ഞു? അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടി 100 വാങ്ങി, എന്തുകൊണ്ട് ബാക്കി മാർക്ക് വാങ്ങിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല? മകനെ അല്ലെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ, നിനക്ക് 95 മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞല്ലോ, അങ്ങനെയെങ്കിൽ ബാക്കി 5 മാർക്ക് കൂടി വാങ്ങിക്കാൻ നിനക്ക് കഴിയുമെന്നൊരു പ്രചോദനാത്മകമായിട്ട് പറയാൻ പോലും ഇന്നത്തെ പേരൻസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ +2 തന്നെ ഏകദേശം 1200 വാങ്ങിയ കുട്ടി അതിനുശേഷം നടന്ന CA എക്സാമിലാണെന്ന് തോന്നുന്നു, ഫെയിലായതാണോ അതോ മാർക്ക് കുറഞ്ഞതാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുട്ടി ആത്മഹത്യ ചെയ്തു. അവന്റെ സ്വപ്നം അവിടെ തകർന്നടിയുകയാണ്. എന്താണ്? തോൽക്കുവാനുള്ള മനസ്സില്ല, തോൽക്കുവാൻ കഴിയില്ല, തോൽവിയെ ഭയക്കുന്ന ഒരു ജനത അല്ലെങ്കിൽ ഒരു തലമുറ. അപ്പൊ ഇതൊക്കെ ഈ കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിൽ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയമായിട്ട് വരുന്നത്. അതിന്റെ പേരാണ് ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുക, അല്ലെങ്കിൽ വികാരങ്ങളെ ബുദ്ധിപരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുക എന്നുള്ളത്. നമുക്കറിയാം, ഈ ഇന്നർ വൂൺസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതായത് മാനസികമായിട്ടുള്ള മുറിവുകൾ. നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ള ചില മുറിവുകൾ ഉണ്ടാകും, ഇന്നർ വൂൺസ്. അതൊരു പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ട്രോമയായി സേവ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതൊരു പക്ഷെ നമുക്ക് പോലും അറിയില്ല. ഈ ഇന്നർ വൂൺസ് ആണ് ഒരു തരത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുകയും അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നത്. ഇപ്പോ വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി ഞാനും നോക്കി കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. 8-10 വർഷങ്ങളോളം പ്രണയിച്ച് നടന്ന 2 വ്യക്തികൾ, അവർ വിവാഹം കഴിഞ്ഞതിന് ശേഷം വിതിൻ 1 ഇയർ ഡിവോഴ്സ് ആയി പോകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ 2 വ്യക്തികൾ വന്നു ചേരുമ്പോൾ ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അഡ്ജസ്റ്റ്മെന്റിലേക്ക് മാറിപ്പോകുന്നു. അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സഹിക്കാം. കാരണം അവളും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അദ്ദേഹവും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ആ കുട്ടിയും നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്, ഇദ്ദേഹവും ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിനാണ് ഒരു സ്ഥാനം ഇന്ന് മനുഷ്യന് കൊടുക്കുന്നത്. പക്ഷേ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ പലതരത്തിലുള്ള ഇന്നർ വൂൺസ് ഉള്ളിൽ ഒതുങ്ങി കിടപ്പുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചൈൽഡ് ഈഗോ ആണെങ്കിൽ, ചൈൽഡ് ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പാമ്പർ ചെയ്ത് വളർന്നു വരുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ സംബന്ധിച്ച് എപ്പോഴും അവൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ അവരെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. അല്ലെങ്കിൽ ഇനി രക്ഷകർത്താക്കളിൽ നിന്നും പേരൻസിൽ നിന്നും അങ്ങനെയുള്ള ഒരു പാമ്പറിങ് കിട്ടിയിട്ടില്ല എങ്കിലും അവർ ഭാവിയിൽ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നോ അവരിൽ നിന്നും ആ പാമ്പറിങ് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ ശരീരം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും, പക്ഷെ മാനസികമായിട്ട് അവർക്ക് കരുത്തില്ലാതാവുന്നു, ഒരു കുട്ടിയായി നിലനിൽക്കുന്നു. എന്നാൽ
അതർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, പേരന്റ് ഈഗോ, ഇതുള്ള ആളുകളുണ്ട്. പേരന്റ് ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ ചിലപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ട് വീട്ടിലെ ഉത്തരവാദിത്തമൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ എപ്പോഴും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. കാരണം അയാൾ ആ കാര്യപ്രാപ്തി കുട്ടിക്കാലത്തെ നേടിക്കഴിഞ്ഞു. അപ്പൊ വളർന്നു വരുമ്പോൾ ഇയാൾക്ക് എല്ലാവരെയും ഇങ്ങനെ ഉപദേശിക്കുക എന്നുള്ള കാര്യം മാത്രമേ അറിയുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ ഇപ്പൊ വൈവാഹിക ബന്ധത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുമ്പോൾ, എന്തുമാകാം, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ സിസ്റ്റവുമായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ടോ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നു. കാരണം ഇവർ പറയുന്ന ഭാഷ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. മലയാളം തന്നെയാണ് പറയുന്നതെങ്കിലും മാനസികമായിട്ടുള്ള ഒരു ഭാഷ, മനസ്സിന്റെ ഭാഷ, ദാറ്റ് ഈസ് ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ്, അത് മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്നില്ല. ഒരാൾ പാമ്പറിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പാമ്പറിങ് അവകാശപ്പെടുന്നു, എന്നാൽ മറ്റേ ആൾക്ക് അത് മനസ്സിലാവുന്നില്ല. അയാൾ ഇങ്ങനെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുകയാണ്. അപ്പൊ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിലേക്ക് പോകുന്നു. പക്ഷേ നമുക്ക് വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെ? നമ്മുടെ കൂടെയുള്ള ആളെ അതേപോലെ കാണുവാനുള്ള നമ്മുടെ കഴിവ്, നമ്മുടെ പാർട്ണർ ആകാം, നമ്മുടെ ഫ്രണ്ട് ആകാം, നമ്മുടെ കൊളീഗ്സ് ആകാം, ആരുമാകാം, അവരെ അവരായി തന്നെ കാണുവാനുള്ള നമ്മുടെ കഴിവിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ അതിന്റെ ആദ്യ ഘട്ടമായിട്ടുള്ള സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഈ വിവാഹം കഴിക്കാതെ ജീവിക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് വിവാഹ ബന്ധം വേർപെടുത്തുക എന്നൊക്കെ പറയുന്നത് ഒരു ആഘോഷമാക്കി മാറ്റാറുണ്ട്. ഇപ്പം ഫേസ്ബുക്കിലും മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വിളക്കൊക്കെ കത്തിച്ച് കേക്കൊക്കെ മുറിച്ച് അത് ആഘോഷിക്കുന്ന ആളുകളെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ ഉള്ളിൽ കരയുകയാണ്. പക്ഷെ ഞാൻ ഓക്കെ ആണ്, എല്ലാവരും ഞാൻ ഓക്കെ ആണെന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ആഘോഷിക്കുക എന്നുള്ളത് ഒരു പോംവഴിയായിട്ടുള്ള കാര്യമല്ല. ഏക പോംവഴി എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ്. പലരും പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ നമുക്കിടയിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാ, എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ, വേണമെങ്കിൽ അംഗീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്, വേണമെങ്കിൽ എന്റെ കൂടെ നിന്നാ മതി, അല്ലെ? വലിയ താല്പര്യമൊന്നുമില്ല, വേണമെങ്കിൽ എന്നെ അനുസരിച്ച് നിൽക്കുക അല്ലെങ്കിൽ എന്നെ കേൾക്കുക. അപ്പൊ ഇതിന് പകരം ഇത് ഒരിക്കലും ഒരു പോംവഴിയല്ല. സെൽഫ് അവയർനെസ്സിലേക്ക് നമുക്ക് വരാൻ കഴിയണം. എനിക്ക് എന്താണ് പോരായ്മ, എന്താണ് എന്റെ പ്രശ്നം, എന്തൊക്കെ മാറ്റങ്ങളാണ് എനിക്ക് വേണ്ടത്? ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് സെൽഫ് അവയർനെസ്സിലേക്ക് നമ്മൾ വരുന്നത്. നമ്മുടെ സ്ട്രെങ്തിനെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് അക്കമിട്ട് നിരത്തി എഴുതാം, എന്റെ സ്ട്രെങ്തുകൾ ഇതാണ്, 1 2 3 4 5. ഒരുപാട് സ്ട്രെങ്ത് എനിക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് മാത്രമേ എനിക്കുണ്ടാവുകയുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ആ സ്ട്രെങ്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയണം, അതിനെ എൻകറേജ് ചെയ്യുവാൻ കഴിയണം. ഇതുപോലെ തന്നെ വീക്ക്നെസ് നമുക്കുണ്ടാകാം. 1 2 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ 100ഓളം വീക്ക്നെസ് നമുക്കുണ്ടാവാം. അതിൽ ചില വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ എന്താണ്, ഞാൻ കൂടുതൽ അങ്ങ് വെളുത്തുപോയി, അല്ലെ, വലിയൊരു വീക്ക്നെസ് ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ കൂടുതൽ അങ്ങ് കറുത്തുപോയി, അല്ലെങ്കിൽ എന്റെ കേൾക്കുന്നില്ല നീളം. ഇപ്പൊ പറഞ്ഞ കേൾക്കുന്നില്ല, തിരിഞ്ഞു നിന്ന് പറയുമ്പോഴേ. ഞാൻ ഏറ്റവും കൂടുതൽ അങ്ങ് വെളുത്തുപോയി, അതൊരു വീക്ക്നെസ് ആയിട്ട് കാണുന്നതാണ്. അല്ലെങ്കിൽ ഞാനങ്ങ് കറുത്തുപോയി, അതൊരു വീക്ക്നെസ് ആയിട്ട് കാണുന്നതാണ്. അല്ലെങ്കിൽ എന്റെ ഹൈറ്റ് കൂടിപ്പോയി, 180 സെന്റിമീറ്റർ ആയി, അതിന്റെ ഹൈറ്റ് ഏറ്റവും കുറഞ്ഞു പോയി, 140 സെന്റിമീറ്റർ ആയി. ഇതൊക്കെ നമ്മുടെ പരിധിയിൽ പെടുന്ന കാര്യങ്ങളല്ല ഈ വീക്ക്നെസ് എന്ന് പറയുന്നത്, അല്ലെ? ദൈവം നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ നമുക്കൊരു സ്പേസ് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ മോൾഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഒരു സ്പേസ് നൽകിയിട്ടുള്ളത്. അപ്പൊ അതിനെ നമുക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയണം, അല്ലെ? പകരം നമുക്ക് എന്ത് മാറ്റങ്ങളാണ്, അതായത് ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അല്ലെ? ആ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമ്മുടെ ഇമോഷൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് എന്താണ്? ഞാൻ അമിതമായിട്ട് ദേഷ്യമുള്ള ആളാണ്, ഈ അമിതമായ ദേഷ്യം മൂലം എന്റെ ബന്ധങ്ങൾ തകർന്നു, എനിക്ക് കിട്ടിയ ജോബ് ഇല്ലാതെയായി, അല്ലെ? അമിതമായിട്ടുള്ള ദേഷ്യം മൂലം ജോബിൽ നിന്ന് റിസൈൻ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ കുടുംബ ബന്ധം വഷളാവുന്നവരുണ്ട്, ഫ്രണ്ട്ഷിപ്പ് വഷളാവുന്നവരുണ്ട്, സോഷ്യൽ ലൈഫ് തകരാറിലായി പോകുന്നവരുണ്ട്. എന്ത് തന്നെയാണെങ്കിലും എന്റെ പ്രശ്നം ഇതാണ്, അമിതമായ ദേഷ്യമാണ്, അതിനെ എനിക്ക്
മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യുക, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. പല മനുഷ്യരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവില്ല. എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉയർച്ചയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജലസ് ഉണ്ടാവുന്നുണ്ടോ? അയാളെ കാണുമ്പോൾ, അയാളുടെ സമ്പത്ത് കാണുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാട് കാണുമ്പോൾ എന്നിൽ എന്തെങ്കിലും ജലസ് ഉണ്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഓവർ തിങ്കിങ്ങിനെ ഞാൻ എങ്ങനെ മാറ്റണം? അല്ലെ, ആ വീക്ക്നെസ് എനിക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിരാശയുടെ പടുകുഴിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിന്റെ ഒരു വീക്ക്നെസ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുവാനുള്ള കഴിവ് തന്നെ നമുക്കതിൽ വിജയിക്കുവാനുള്ള ഒരു പ്രചോദനമാണ്. അല്ലെ, 50% നമുക്കതിൽ വിജയിക്കുവാൻ കഴിയുന്നുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുവാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകുമ്പോൾ. ദാറ്റ് ഈസ് സെൽഫ് അവയർനെസ്. നമുക്ക് നമ്മളെ തന്നെ അറിയാൻ കഴിയുക. നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം നമുക്ക് ചെയ്താൽ മതി. നമ്മൾ അനുഭവിക്കുന്ന ഫീൽ എന്താണ്? ഈ ഒരു നിമിഷം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്ത് കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലൂടെ അല്ലെങ്കിൽ ബ്രെയിനിലൂടെ കടന്നു പോകുന്നത്? അപ്പോൾ 50,000 മുതൽ 60,000 വരെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടി ഒരു ദിവസം കടന്നു പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ എന്ത് തരം ഫീലിങ്സ് ആണ് ഞാൻ അനുഭവിക്കുന്നത്? ജലസ് ആണോ? ഡിസപ്പോയിന്റ്മെന്റ് ആണോ? അല്ലെങ്കിൽ ഓവർ തോട്ട്സുകളാണോ? നാളെക്കുറിച്ചുള്ള ഭയമാണോ? ഫിയർ അല്ലെ? എന്താണ് എൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്തു പോകുന്നതെന്ന് ഫീൽ ചെയ്യാൻ നമുക്ക് കഴിയണം. എന്താണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് വാട്ട് വി തിങ്ക് അല്ലെങ്കിൽ വാട്ട് വി ഫീൽ വി ബിക്കം. നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് നമ്മൾ അതായി തീരുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് രോഗമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, എന്തും നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് നമ്മളത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുവാനുള്ള ഏറ്റവും നല്ലൊരു ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്താണെന്ന് അറിയുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാറ്റിനും നമുക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെതായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഒന്നിനെയും ചേസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്. പകരം നമ്മളിലേക്കെല്ലാം അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെതായിട്ടുള്ള ഒരു ഫീലിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് സെൽഫ് അവയർനെസ്സിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. സെൽഫ് അവയർനെസ്സിൽ നിന്നും രണ്ടാമത് നമ്മൾ വരുന്നത് രണ്ടാമത്തെ ഘട്ടം, ഇമോഷണൽ ഇന്റലിജൻസിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സെൽഫ് റെഗുലേഷൻ ആണ്. എന്താണ് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? റെഗുലേഷൻ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഫാൻ ഉണ്ട്, അതിന് റെഗുലേറ്റർ ഉണ്ടാകും, അല്ലെങ്കിൽ ഡിമ്മർ ഉണ്ടാകും. എന്താണ്? നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. അതായത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയം മുതൽ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ കഴിയും. സെൽഫ് റെഗുലേഷൻ എന്ന് പറയും. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണോ നമ്മുടെ പ്രശ്നം, അല്ലെ? പലരും പറയുന്നുണ്ട് എന്റെ ദേഷ്യത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഞാൻ എപ്പോഴും നിരാശയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കണം, എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞതാണ്, എത്രയോ ആളുകൾ ആക്സിഡന്റിലൊക്കെ പെട്ട് മരിച്ചു പോകുന്നു, ഈ ആവശ്യമില്ലാത്തവരെ ഇട്ടിട്ട് ആവശ്യമുള്ളവരെ എന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്നൊക്കെ ആളുകൾ ചർച്ചയിലൊക്കെ പറയാറുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് നമുക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. പുറമേയുള്ള ആളുകൾക്ക് പരിമിതിയുണ്ട്. നമ്മൾ തിരിച്ചറിയുക എന്താണ് എന്റെ പ്രശ്നം. ആ പ്രശ്നത്തെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി. ആ ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു 50% കോൺഫിഡൻസ് കിട്ടുക തന്നെ ചെയ്യും. ദാറ്റ് മീൻസ് സെൽഫ് റെഗുലേഷൻ. നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ കഴിയും അത്. പിന്നെ നമുക്ക് വേണ്ടത് സെൽഫ് മോട്ടിവേഷൻ ആണ്. സെൽഫ് റെഗുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് പ്രശ്നമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് സെൽഫ് മോട്ടിവേഷൻ ആണ്. എന്താണ് സെൽഫ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് കിട്ടുന്നതാണ്, എക്സ്റ്റേണലി കിട്ടുന്നതാണ്. ഞാനും മോട്ടിവേഷൻ ആണ് കൊടുക്കാറുള്ളത്. അതിനൊരു പരിമിതിയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിമിതിയുണ്ട്. പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആണ് ഒരു വ്യക്തിയെ
എന്തിനെങ്കിലും നിയന്ത്രിക്കുവാനോ ഏതെങ്കിലും ഒരു ഹാബിറ്റിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന തലത്തിൽ എത്തിക്കുവാനോ അവനെ സഹായിക്കുന്നത് സെൽഫ് മോട്ടിവേഷൻ ആണ്. എക്സ്റ്റേണൽ മോട്ടിവേഷൻ അവനെ ഒരു വഴി കാണിച്ചു കൊടുക്കും. ഇന്ന വഴിയിൽ കൂടി പോവുക, അല്ലെ? ഇരുട്ട് നിറഞ്ഞ പാതയിൽ ടോർച്ച് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിളക്ക് കാണിച്ചു കൊടുക്കുക, ഈ റൂട്ടിൽ കൂടി പോയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ എത്താം. ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ അതിനെ സഹായിക്കുകയുള്ളൂ, അല്ലെ? ഈ ലോകത്തിലുള്ള ഏറ്റവും മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നീന്തൽ വിദഗ്ധനായ വ്യക്തിയുടെ 500 പേജ് ഉള്ള ഒരു ബുക്ക് വായിച്ചത് കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യന് നീന്താൻ കഴിയില്ല. അത് അദ്ദേഹം മുഴുവൻ വായിച്ച് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും കുളത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നേരെ താഴേക്ക് പോവുകയുള്ളൂ. അദ്ദേഹത്തിന് അത് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോൾ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടക്കണമെങ്കിൽ ഇന്ന പ്രതിബന്ധങ്ങളുണ്ട്, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ആഴത്തുള്ള ഗർത്തങ്ങളുണ്ട്, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഭീകര ജീവികളുണ്ട്, ഇന്ന സ്ഥലത്തെത്തുമ്പോൾ എന്താ കാലാവസ്ഥ പ്രതികൂലമായേക്കാം. ഈ ഒരു അവയർനെസ് അദ്ദേഹത്തിന് കിട്ടും. പക്ഷേ ചാനൽ നീന്തി കടക്കണമെങ്കിൽ ആ ഒരു സെൽഫ് മോട്ടിവേഷൻ നമുക്കുണ്ടായി പറ്റുകയുള്ളൂ. നമ്മൾ തള്ളി മരത്തിന്റെ അവിടെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മരം കയറി പോകുവാൻ കഴിയില്ല. അവിടെ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ആണ് വേണ്ടത്. നമ്മളിലുള്ള പ്രശ്നത്തെ പരിഹരിക്കുവാൻ നമ്മളായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക. എനിക്കത് പരിഹരിക്കുവാൻ കഴിയും, ആ പ്രശ്നത്തെ ഇല്ലാതാക്കുവാൻ കഴിയും, എന്റെ ഇന്നർ ചൈൽഡിനെ, ഇന്നർ വൂൺസിനെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിലൊരു വ്യക്തത വരുത്തുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഇതിന് ശേഷം വരുന്നതാണ് എമ്പതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. സെൽഫ് അവയർനെസ്, നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു. സെൽഫ് റെഗുലേഷനിലൂടെ നമ്മൾ അതിനെ നിയന്ത്രിക്കുന്നു. സെൽഫ് മോട്ടിവേഷനിലൂടെ നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഇനി എമ്പതി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സിമ്പതി, എമ്പതി ഇത് രണ്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന വാക്കുകളാണ്. സിമ്പതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ റോഡിൽ കൂടി പോകുന്നു, നമ്മുടെ AC കാറിൽ നമ്മളിങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരാള് വെയിലേറ്റ് വാടി തളർന്നിങ്ങനെ ഒരു സൈഡിൽ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ കണ്ടിട്ട് അയ്യോ പാവം, വെയിലേറ്റ് ക്ഷീണിച്ചിരിക്കുകയാണ്, ടയേർഡായിരിക്കുകയാണ്, അല്ലെ? അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു. പക്ഷെ അയാളോട് കാര്യങ്ങൾ അന്വേഷിച്ച് അയാളുടെ ഡെസ്റ്റിനിയിൽ കൊണ്ടാക്കുക, ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ, അതുമല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനിയിൽ എത്തുവാനുള്ള പണമെങ്കിലും നൽകുക, ആ ഒരു കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എമ്പതി. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആകട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ആ സിസ്റ്റത്തോടാകട്ടെ, ഈ എമ്പതി നമുക്ക് കൊടുക്കുവാൻ കഴിയും. അതായത് ആ വ്യക്തിയുടെ ഫീലിങ്സിനോടനുസരിച്ച് അല്ലെങ്കിൽ ഇമോഷൻസിനനുസരിച്ച് ആ വ്യക്തിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അയാൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അയാളുടെ ആ ഒരു വൈകല്യത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. ചിലപ്പോൾ നമ്മുടെ ആശയങ്ങളുമായിട്ട് ഒട്ടും പൊരുത്തമില്ലാത്ത കാര്യങ്ങളായിരിക്കാം അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷെ ആ പ്രതിപക്ഷ ബഹുമാനം നമുക്ക് കൊടുക്കുവാൻ കഴിയണം. അയാളായിട്ട് അംഗീകരിച്ചതിന് ശേഷം തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങളെയും നമുക്ക് തിരുത്തുവാൻ കഴിയുക എന്നുള്ളതാണ് എമ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എമ്പതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ സ്കില്ലാണ്. സോഷ്യൽ സ്കിൽ എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന വ്യക്തികളാണെന്ന് പഠനങ്ങൾ വിലയിരുത്തുന്നു. ഇന്ന് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുവാൻ ഒരാളെ കിട്ടുന്നില്ല, അല്ലെ? ആത്മാർത്ഥമായിട്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തുറന്നു പറയുവാൻ ഒരാളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പണ്ട് നമ്മുടെ കൂട്ടുകുടുംബ സമ്പ്രദായം അനുസരിച്ച് ഞാനും ആ ഒരു ഘട്ടത്തിൽ കൂടി ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അന്ന് 8 10 വ്യക്തികളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട്. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരോടത് ഷെയർ ചെയ്യാൻ കഴിയും, അവരായിട്ട് വേണമെങ്കിൽ അത് നമുക്ക് പരിഹരിച്ചു തരും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടപ്പോൾ ഇന്ന് എല്ലാവർക്കും ഓരോ റൂമാണ്. അച്ഛനൊരു റൂം, അമ്മയ്ക്കൊരു റൂം, കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് 2 റൂം, അല്ലെ? അപ്പൊ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ തന്നെ അവർ ഷെയർ ചെയ്യുന്നത് ആരോടാണ്? ചിലപ്പോൾ ഫേസ്ബുക്ക് കാണുന്നത് ഫേക്കായിട്ടുള്ള ചില ഫ്രണ്ട്സിനോടായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ കുഴികളിൽ ചെന്ന് ചാടുന്നത് നമ്മൾ കാണാറുണ്ട്.
നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു അരമണിക്കൂറെങ്കിലും തുറന്ന് സംസാരിക്കുവാൻ, എല്ലാവരോടും ഒരുമിച്ചിരുന്ന് അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുവാൻ കഴിയേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സോഷ്യൽ ലൈഫ് കൂടി ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തികൾ എവിടെയാണെന്ന് ഒരു പഠനം നടത്തിയപ്പോൾ വിക്ടർ ഗാർഷ്യസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പഠനം നടത്തുകയുണ്ടായി, ഒരു റിസർച്ചിങ് നടത്തുകയുണ്ടായി. അത് ജപ്പാനിലെ ഒക്കിനോവ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ജനങ്ങളാണ്. ബ്ലൂ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയുള്ള ആളുകൾ നല്ല ആയുർദൈർഘ്യമുള്ള വ്യക്തികളാണ്. 120 വയസ്സ്, 130 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളാണ് ഒക്കിനോവ ഗ്രാമത്തിലുള്ളത്. എന്താണ് അവരുടെ ആയുസിന്റെ രഹസ്യം? എന്തുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് ആയിട്ട് ജീവിക്കുന്നു എന്നൊരു റിസർച്ചിങ് നടത്തുകയുണ്ടായി. അപ്പൊ നമ്മൾ വിചാരിക്കും 120 വയസ്സ്, 130 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ അവർ ആകെ അവശരായിട്ട് ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകളാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഒരിക്കലുമല്ല. 100 വയസ്സ്, 110 വയസ്സുള്ള ആളുകൾ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് വയലേലകളിലേക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു, അവർ തിരികെ വീട്ടിൽ വരുന്നു. അതുപോലെ തന്നെ സ്വന്തമായിട്ട് കാർ ഡ്രൈവ് ചെയ്യുന്ന 100 വയസ്സുകാരനായിട്ടുള്ള 110 വയസ്സുകാരനായിട്ടുള്ള വ്യക്തികളെ അവർക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോ ആ ഒരു പഠനത്തിൽ നിന്ന് അവർ കണ്ടെത്തിയ ഒരു കാര്യം, അതിന്റെ ഒരു കൺക്ലൂഷൻ എങ്ങനെയാണ്? എല്ലാ ദിവസവും അവർക്ക് എഴുന്നേൽക്കുവാനായിട്ട് ഒരു കാരണമുണ്ടായിരുന്നു. എല്ലാ ദിവസവും എഴുന്നേൽക്കുവാൻ വേണ്ടിയിട്ട് അവർക്കൊരു കാരണമുണ്ടായിരുന്നു. ആ കാരണമാണ് അവർക്ക് ഈ ആയുർദൈർഘ്യം അല്ലെങ്കിൽ അവരുടെ ആയുസിന്റെ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന്റെ രഹസ്യമെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അപ്പോ എല്ലാ ദിവസവും ജോലിക്ക് പോയതിനു ശേഷം അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു വീട്ടിൽ കൂടും. അവിടെ കൂടിയതിനു ശേഷം അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നല്ല രീതിയിൽ പാകം ചെയ്ത് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും കൂടി ആസ്വദിച്ച് അത് കഴിക്കുക, അത് ഷെയർ ചെയ്ത് കൊടുക്കും. ഈ ഷെയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ചോറും കറികളുമായിട്ടൊക്കെ പോയിട്ട് നമ്മുടെ കറികൾ അവർക്ക് കൊടുക്കുക, അവരുടെ കറികൾ നമുക്ക് തരിക. ഇനി ഭക്ഷണം കൊണ്ടുവരാത്തൊരു വ്യക്തി ഉണ്ടാകും, ആ വ്യക്തിയെ കൂടി അടുത്തിരുത്തി, ആ വിദ്യാർത്ഥിയെ കൂടി അടുത്തിരുത്തി നമുക്കുള്ളത് പങ്കുവെച്ച ഒരു ശീലം, അത് എന്താ പറയുക, എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാവും. അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്നർ ബോണ്ട് അല്ലെ, ഇന്നും അവരെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്നേഹം ഉണ്ടാകാറുണ്ട് അല്ലെ. ആ ഒരു ഇന്നർ ബോണ്ട് നമുക്ക് നമ്മുടെ സോഷ്യൽ ലൈഫിൽ വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പം ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾ ഇതുപോലെ തന്നെയാണ്. എല്ലാ ദിവസവും ഒരിടത്ത് കൂടി അവരുടെ ഭക്ഷണ സാധനങ്ങൾ ഷെയർ ചെയ്യുന്നു. അവരുടെ ആചാരം അനുസരിച്ചിട്ട് അവർ പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു. എങ്ങും സന്തോഷം. ഇനി അവർക്കിടയിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരാളുടെ പ്രശ്നം എല്ലാവരുടെയും പ്രശ്നമായി തീരുന്നു. എന്നും കൂടുന്ന ആ ഒരു സഭയിൽ ആരെങ്കിലും ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുടുംബം ഇല്ലാതെ വരുമ്പോൾ അവർ അത് അന്വേഷിക്കും, എന്തുകൊണ്ട് അവർ വന്നില്ല. ചിലപ്പോൾ അവർ രോഗാവസ്ഥയിലാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർക്ക് അന്ന് ചിലപ്പോൾ ഡെയിലി വേഗസിൽ ജോലി ചെയ്യുന്നവരാകാം. അപ്പൊ അന്ന് അവർക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി ഉൾപ്പെടുത്തി അവർക്ക് കൂടി സെർവ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം അവരുടെ പ്രശ്നമായി മാറുന്നു. ആ പ്രശ്നം അവർ ഏറ്റെടുത്ത് എല്ലാവരും കൂടി അത് പരിഹരിക്കുന്നു. അപ്പൊ പിന്നെ അവിടെ സന്തോഷമല്ലാതെ എന്താണ് സംഭവിക്കുക അല്ലെ? അവരുടെ ആയുർദൈർഘ്യം ചിലപ്പോൾ 100 അല്ല 200 വരെ കടന്നേക്കാം. അപ്പോൾ ആ ഒരു സോഷ്യൽ സ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ പ്രശ്നങ്ങളെ നമുക്ക് നല്ല രീതിയിൽ പരിഹരിക്കുവാൻ കഴിയുള്ളൂ. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുവാൻ നമ്മുടെ കുട്ടികളെ പോലും നമ്മൾ അനുവദിക്കുക. ഒരുപക്ഷെ പലപ്പോഴും അവരുടെ ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പോൾ അവരെ ഈ പേടിപ്പിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ സാധിച്ചെടുക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് ചോദിച്ചറിയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ തുറന്നു പറയില്ല. അവരോട് ആ ഒരു സമയം ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർ കാര്യങ്ങൾ തുറന്നു പറയുകയുള്ളൂ. ഇനിയിപ്പോ അവർക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ പോലും അവർ അത് തുറന്നു പറയും. ആ പ്രണയം നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കിയത് അത് പറഞ്ഞു കൊടുക്കുവാൻ പേരൻസിന് അപ്പോൾ കഴിയും. ശരിയല്ലേ? അല്ലാതെ നിനക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്ന് ഭീഷണിപ്പെടുത്തി ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും പറയാൻ പോകുന്നില്ല അല്ലെ. ചിലപ്പോൾ അത് തെറ്റിലേക്കായിരിക്കും അത് ചെന്നെത്തുക. അപ്പോൾ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫിലാണെങ്കിലും നമ്മൾ ഈ ഇന്നർ ബോണ്ട് വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് വരുന്നത് മെന്റൽ പവർ. മെന്റൽ പവറിലേക്ക് വരുമ്പോൾ അസാമാന്യമായിട്ടുള്ള ഒരു മെന്റൽ പവർ
നമ്മൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പലപ്പോഴും അത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. മെന്റൽ പവറോ അത് ഇല്ല, എനിക്ക് ഇല്ലാത്തതും ആ ഒരു കാര്യമാണ്. മെന്റലി എനിക്ക് ശക്തിയില്ല, പവറില്ല. ഫ്രണ്ട്സ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു ദിവസം ആലോചിച്ച് കൂട്ടുന്ന 90% മുതൽ 92% വരെയുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. 92% നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവർ തിങ്കിങ് എന്ന് പറയും, അല്ലെ? പലപ്പോഴും നമ്മളിപ്പോൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇന്നലെ നടന്ന കാര്യങ്ങളായിരിക്കും, 30 വർഷം മുൻപ് നടന്ന കാര്യങ്ങളായിരിക്കും, 40 വർഷം മുൻപ് നടന്ന കാര്യങ്ങളായിരിക്കാം. അതിപ്പോ ആരെങ്കിലും വിളിച്ചതൊന്നും ചർച്ച ചെയ്തില്ലെങ്കിൽ, ഒന്ന് വികാരം കൊണ്ടില്ലെങ്കിൽ ഒരു മനസ്സുഖവും ഇല്ല. അതിങ്ങനെ ഓർത്തെടുത്ത് നമ്മളിങ്ങനെ വികാരം കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പിന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ഫ്യൂച്ചറിലോട്ടാണ്. നമ്മുടെ ഫ്യൂച്ചറിലോട്ട് അത് കണക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും എങ്ങനെയോ ജോലി നഷ്ടപ്പെട്ടു, ഇപ്പോഴും ജോലിയുണ്ട്. അപ്പൊ പിന്നെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ജോലി നഷ്ടപ്പെട്ടതുപോലെ ഈ ജോലി അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ ഞാൻ എന്ത് ചെയ്യും, എന്റെ കുട്ടികളെ എങ്ങനെ വളർത്തും? ഒരു സ്ക്രിപ്റ്റ് മനുഷ്യനങ്ങ് മെനയുകയാണ്. ഈ 92% കാര്യങ്ങളും അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത ഒരു പോസിബിലിറ്റിയും ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ബാക്കി 8% കാര്യങ്ങൾ അങ്ങ് നടക്കുന്നെങ്കിൽ അങ്ങ് നടന്നോട്ടെ, അല്ലെ? നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു സമീപനത്തോടെ നമുക്ക് ജീവിച്ചുകൂടെ? കാരണം ഈ 8% ഭാവിയിൽ നടക്കുന്നതാണെങ്കിൽ അന്ന് നമ്മൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല, അല്ലെ? നമ്മൾ ഉണ്ടെങ്കിലേ ഇന്ന് പുലർന്ന്, ഇന്ന് ഇരുട്ടി, നാളെ വെളുത്ത ഒരു പ്രഭാതം കൂടി നമുക്ക് കിട്ടിയെങ്കിലേ നാളെ അത് അനുഭവിക്കാൻ നമ്മൾ ബാക്കിയുള്ളൂ. അങ്ങനെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ 8% കാര്യങ്ങളും അനുഭവിക്കാൻ ഞാൻ അങ്ങ് തയ്യാറാണ്, അല്ലെ? അതിനുള്ള മെന്റൽ പവറൊക്കെ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ദൈവം എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ഉറുമ്പിനെ പോലും ഞാൻ കൊന്നിട്ടില്ല, എന്നിട്ട് എനിക്ക് എന്താണ് ഇത്രയും വേദന? പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തെ തന്നെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല പ്രോബ്ലംസിലൂടെ നമ്മൾ കടന്നു പോകാറില്ലേ? എത്രയോ ചർച്ചകൾ നമ്മൾ നടത്താറുണ്ട്. ആ പ്രോബ്ലംസ് വരുമ്പോൾ അത് യൂണിവേഴ്സ്, ഈ ഒരു സിസ്റ്റം ഇവിടെ വേണം, ഇവിടെ ഇത് വേണമെങ്കിൽ ഈ മെഡിക്കൽ സമ്പ്രദായം ഇവിടെ ഉണ്ടാവണം, അത് ഈ ലോകം മുഴുവൻ ശാന്തി പകരുവാൻ, ഒരു ഡിവൈനിറ്റി ആയിട്ട് ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രശ്നമായിട്ട്, ആ പ്രശ്നം വരുമ്പോഴാണ് അതൊരു കർമ്മമായി മാറും, അല്ലെ? ആ ഒരു കർമ്മത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ ഒരു സെലിബ്രേഷൻ ഒക്കെ നടത്തുകയുണ്ടായി. സെലിബ്രേറ്റ് ചെയ്യുന്നതിലുപരി നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്നൊരു ഉദ്ദേശ്യം അതിനകത്തുണ്ടായിരുന്നു. അതിൽ നമ്മൾ വിജയിച്ചില്ലേ? നമുക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലേ? എന്തായാലും എവിടെയൊക്കെയോ ചർച്ചകൾ നടന്നല്ലോ, ഭരണതലത്തിൽ തന്നെ ചർച്ചകൾ നടന്നല്ലോ. അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു കർമ്മമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. ആ കർമ്മം ചെയ്ത് വിജയിക്കുമ്പോഴാണ് നമുക്കതിൽ എന്താണ് ഉയർച്ച ഉണ്ടാകുന്നത്. അത് വ്യക്തിതലത്തിലാണെങ്കിലും നമ്മുടെ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അതങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോ നമ്മൾ മറ്റൊരു തലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫീൽ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ മറ്റുള്ള ആളുകളെ കുറിച്ച് കൂടുതൽ വാതോരാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്താഗതികൾ കൊണ്ടുവരാതെ നമുക്ക് ആ വ്യക്തികളോടുള്ള വിദ്വേഷം നമ്മുടെ മെന്റൽ പവറിലൂടെ ഇല്ലാതാക്കുവാൻ കഴിയണം. നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. അതാണ് നേരത്തെ പറഞ്ഞ വീക്ക്നെസ്, എന്താണ് എന്റെ പ്രശ്നങ്ങൾ, അതിനെ നമുക്ക് ഇല്ലാതാക്കുവാൻ കഴിയുന്നത് ആ മെന്റൽ പവറിലൂടെയാണ്, അല്ലെ? അല്ലാതെ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു കാര്യം സംഭവിച്ചു, ആ വ്യക്തിയെ നിരന്തരമായിട്ട് കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ശത്രുത ഉണ്ടാവുകയാണ്. ഇപ്പോൾ ശ്രീബുദ്ധൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു കനൽ കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു വ്യക്തിയെ എറിയാൻ വേണ്ടിയിട്ട്, അയാളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അയാൾ വരുന്നതും നോക്കി നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോ അയാൾ ഇങ്ങനെ 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 6 മണിക്കൂറായി, ഒരു ദിവസം പിന്നിട്ടു, 2 ദിവസം കഴിഞ്ഞു, ഒരു ആഴ്ച കഴിഞ്ഞിട്ടും അയാളെ കാണുന്നില്ല. അങ്ങനെ ഒരു ദിവസം അയാൾ വന്നു, അയാളെ നമ്മൾ ആ കനലെടുത്ത് എറിഞ്ഞു. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അത് അയാൾക്ക് ഏൽപ്പിച്ച ഉപദ്രവം എന്ന് പറയുന്നത് നിസ്സാരമാണ്. പക്ഷേ നമ്മുടെ കൈകൾക്കുണ്ടായിട്ടുള്ള ആ ഒരു വ്രണം എത്രത്തോളം വലുതാണ്. ഇത് നമ്മുടെ മാനസികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ ആ കനൽ എന്താണ്? നമ്മുടെ ഗ്രഡ്ജ്,
അല്ലെങ്കിൽ നമ്മുടെ പക, അല്ലെങ്കിൽ വിദ്വേഷം, അല്ലെങ്കിൽ ദേഷ്യം, ഇതിങ്ങനെ മനസ്സിലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. നമ്മൾ പോയിസൺ കഴിച്ചിട്ട്, വിഷം കഴിച്ചിട്ട് മറ്റൊരാൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാധ്യമാണോ? നമ്മൾ വിഷം കഴിച്ചതിന് ശേഷം നമ്മൾ ആഗ്രഹിക്കുകയാണ് അവൻ ഇല്ലാതായെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിന് തുല്യമാണ് ഈ പക, വിദ്വേഷം ഇത് നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നത്. അസാമാന്യമായിട്ടുള്ള ഈ ഒരു മെന്റൽ പവർ നമ്മൾ ആർജിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലതേ സംഭവിക്കൂ എന്നങ്ങ് വിലയിരുത്തുക, എന്റെ സിസ്റ്റത്തിന് നല്ലത് തന്നെ സംഭവിക്കൂ എന്ന് വിലയിരുത്തുക, എന്നിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, നമ്മൾ പ്രവർത്തിക്കുക, ആക്ഷൻ എടുക്കുക. എന്ത് ആക്ഷൻസ് ആണ് എടുക്കാൻ നമുക്ക് കഴിയുന്നത്? പ്രോബ്ലംസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അതൊരു കർമ്മമായിട്ട് കാണാൻ കഴിയുന്നത്. നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. മെന്റൽ പവർ വളർത്തിയെടുക്കാൻ രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെയുള്ള ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ല. നമ്മുടെ വേദനകളാകട്ടെ, നമ്മുടെ ദുഃഖങ്ങളാകട്ടെ, ഇനി സന്തോഷമാകട്ടെ, ഇനി നമ്മൾ പോലും ഇവിടെ സ്ഥിരമല്ല, അല്ലെ? നമ്മുടെ മുൻ തലമുറക്കാരെ കണ്ട് നോക്കുമ്പോൾ എത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകൾ, എത്രയോ സ്വേച്ഛാധിപതികളായിട്ടുള്ള ആളുകൾ, അല്ലെ? എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ, എല്ലാവരും ഇവിടെ വന്നു, ഇവിടെ നിന്ന് പോകേണ്ടി വന്നു. ഇവിടെ ഒന്നും സ്ഥിരമല്ല, എല്ലാം ഇവിടെ നിന്ന് മാറ്റപ്പെടും. അതുകൊണ്ടാണ് ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു, ഏത് മനുഷ്യനെ ഇൻസ്പയർ ചെയ്യിക്കുന്ന ഒരു വാചകം താങ്കൾക്ക് ഈ ചുവരിൽ എഴുതാമോ എന്ന് ചോദിച്ചു. ആർക്കെങ്കിലും അറിയോ ആ ഒരു കഥ? ഒന്ന് കമന്റ് ചെയ്യാമോ? എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന്, എന്താണ് അദ്ദേഹം എഴുതിയതെന്ന് പറയാമോ? അറിയാമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ചാറ്റ് ബോക്സിൽ ഇടാം, ആർക്കെങ്കിലും അറിയാമെങ്കിൽ. അല്ല, എല്ലാരും കേട്ടിട്ടുള്ള കഥയാണ്. കിട്ടോ ആരെങ്കിലും? ഇട്ടിട്ടുണ്ട്. ഈ സമയവും കടന്നു പോവും. യെസ്, ആരായിട്ടത്? സുധി. തീർ സുധി ആർ. വെരി ഗുഡ്. തീർ ഈ സമയവും കടന്നു പോകും, അല്ലെ? കൺഗ്രാറ്റുലേഷൻ സുധി. ഒന്ന് ചിന്തിച്ച് നോക്കിയ എത്ര മനോഹരമായിട്ടുള്ള ഒരു വാക്കാണത്, അല്ലെങ്കിൽ വാചകമാണത്. അപ്പൊ വളരെ അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ കടന്നു വരികയാണ്, ഈ ലോകം മുഴുവൻ ഞാൻ വിജയിച്ചു, എനിക്കിനി വിജയിക്കാൻ ഒന്നും തന്നെയില്ല, എല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു, ഞാൻ എല്ലാം തീർക്കും എന്ന് അഹങ്കാരത്തോടെ ഇങ്ങനെ പറഞ്ഞു വരുന്ന മനുഷ്യൻ ഈ ചുവരിലേക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ചുവരിൽ ഈ ഒരു എഴുത്ത് കാണുകയാണ്, മനുഷ്യ ഈ നിമിഷവും കടന്നു പോകും. ഇനി വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ സന്തോഷവാനായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ നടന്നു വരികയാണ്. അയാളും ഇത് കാണുന്ന സമയത്ത് എന്താണ്, അയാളുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ അവിടെ നിന്ന് പോകും. ഈ നിമിഷവും കടന്നു പോകും. ഇനി വളരെ ദുഃഖിതനായിട്ടുള്ള ഒരു വളരെ നിരാശാജനകമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി, അയാളും ഇത് പാസ് ചെയ്ത് പോവുകയാണ്. അയാളും ചുവരിൽ എഴുതിയ എഴുത്ത് കണ്ടു. എന്താണ്? ഈ നിമിഷവും അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകും. അയാൾ ഒരു പ്രത്യാശ നിറയ്ക്കുവാൻ, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം നിറയ്ക്കുവാൻ അതിലൂടെ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. ഒന്നും ഇവിടെ സ്ഥിരമല്ല. വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യുക. ആ ഫേസ് ചെയ്യാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമ്മുടെ വ്യക്തിതലത്തിലാകട്ടെ, കുടുംബ ബന്ധത്തിലാകട്ടെ, ഇനിയിപ്പോ നമ്മുടെ സിസ്റ്റവുമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സമ്പ്രദായത്തിൽ, മെഡിക്കൽ സമ്പ്രദായത്തിലാവട്ടെ, എവിടെ നമുക്ക് ആ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് അതൊരു പ്രോബ്ലമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഓവർ തിങ്കിങ് നമ്മൾ ഒഴിവാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 92% കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളാണ്, ഒരു പോസിബിലിറ്റിയും ഇല്ലാത്ത കാര്യങ്ങളാണ്. ബാക്കി 8% കാര്യങ്ങൾ അത് ഞാൻ നേരിടാൻ തയ്യാറാണ്. ഓക്കെ, ആ ഒരു മനോനില നമുക്ക് കൈവരിക്കുവാൻ കഴിയണം. അപ്പൊ നമ്മൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ, നമ്മൾ നിരന്തരമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഫുഡ് പോയിസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക? ഒരു 8-10 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമ്മുടെ എനർജി മുഴുവൻ ചോർന്നു പോകും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നിരന്തരമായിട്ട് വൊമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം ഫുള്ള് വൊമിറ്റ് ചെയ്തു, നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മുടെ ഊർജം മുഴുവൻ, എനർജി മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഈ മെന്റൽ എനർജി, മെന്റൽ ഡയറിയയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ കിട്ടുന്നത് നമുക്ക് ഇത്രയുള്ള ഊർജമാണ്. അപ്പൊ അതിങ്ങനെ നമ്മുടെ ആ ഊർജം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക്,
പാസ്റ്റിലേക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ചൈൽഡ് അന്ന് അനുഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് കഴിയാറില്ല. നമ്മളിൽ നിന്ന് ആ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഓവർ തിങ്കിങ് മാറ്റിയതിനു ശേഷം എന്താണോ നമുക്ക് വേണ്ടത്, എല്ലാ മനുഷ്യനും അവനവന്റേതായിട്ടുള്ള ഒരു പർപ്പസോട് കൂടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ എങ്ങനെ കൂടുതൽ എൻകറേജ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്. അതിനേക്കാൾ ഉപരി ഇന്നത്തെ ജീവിതത്തിൽ ഈ ആധുനിക ലോകത്ത് നമുക്ക് വേണ്ടുന്ന ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക തലത്തിൽ നമ്മൾ വിജയിക്കുന്നവരാകുന്നത് അതിലൂടെയാണ്. അപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആളുകളായിട്ട് മാറുവാൻ നമുക്ക് കഴിയണം. ഒന്ന്, സെൽഫ് അവയർനെസ്സിലൂടെ, നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നതിലൂടെ. നമ്മുടെ സ്ട്രെങ്തിനെ നമ്മൾ തിരിച്ചറിയുന്നു, നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ആ സെൽഫ് റെഗുലേഷൻ സാധ്യമാകുന്നത് നമുക്കത് മാറ്റണം, ആ ഒരു ഹാബിറ്റ് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ആ ഹാബിറ്റ് നേടിയെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് വിജയിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കണം എന്നുള്ള സെൽഫ് മോട്ടിവേഷൻ നമ്മളിലേക്ക് വരിക. അതിനുശേഷം എമ്പതി ഉണ്ടാവുക. സിമ്പതി അല്ല, എമ്പതി. നമ്മളെ, മറ്റുള്ളവരെ അവരായി കണ്ടുകൊണ്ട് അവരെ അംഗീകരിക്കുക, അവരുടെ ഇമോഷൻസിനെ, അവരുടെ ആശയങ്ങളെ, അവരുടെ ഫീലിങ്സിനെ അതായി കണക്കാക്കിക്കൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹം, അത് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുക. നമ്മുടെ ഫാമിലി ലൈഫിലാകട്ടെ, കുട്ടികളോടാകട്ടെ, അല്ലെങ്കിൽ മുതിർന്നവരോടാകട്ടെ, സൊസൈറ്റിയിലാകട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാകട്ടെ, ആ രീതിയിൽ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ആയിട്ടുള്ള എമ്പതിയോടുകൂടി അവരെ കാണാൻ കഴിയുക. ഒപ്പം തന്നെ സോഷ്യൽ സ്കിൽ, മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ കഴിയുക, മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ കഴിയുക, വിദഗ്ധരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുക, അവരിൽ നിന്നും ഒരുപാട് അറിവുകൾ ശേഖരിക്കുക, ആ ഇന്നർ ബോണ്ട് കീപ്പ് ചെയ്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുക. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ, മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ പവർ. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത, പോസിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളുടെ പിറകെ പോകാതെ നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയുക. ഒപ്പം തന്നെ മറ്റുള്ളവരോടുള്ള ഗ്രഡ്ജ് അല്ലെങ്കിൽ വിദ്വേഷം, പക, ദേഷ്യം, ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതം നശിച്ചു പോകും എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് എന്റെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ അതിൽ നിന്ന് എന്താണ് റിക്കവർ ആകും, അല്ലെ? ആ ഒരു മെന്റൽ ഹെൽത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. അപ്പോൾ ഈ രീതിയിൽ ഇമോഷണൽ ഇന്റലിജൻസ് ആയിട്ടുള്ള വ്യക്തികളായി തീരുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു ഓൾ. നന്ദി ഷാലിരാജൻ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനോ ക്ലാസ്സിനുള്ള അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. വളരെ വളരെ നല്ലൊരു ക്ലാസ്സാണ്, നമുക്ക് ശക്തി പകരുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് ലഭിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ മനസ്സിലാക്കാനുണ്ടെങ്കിലോ അഭിപ്രായം പറയാനുണ്ടെങ്കിലോ ഹാൻഡ് റൈസ് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്ത് തരാം. മടിച്ച് നിൽക്കല്ലേ, സമയം കളയല്ലേ. കിട്ടാനുള്ള എല്ലാം വാങ്ങിച്ചിരിക്കണം. 15 മിനിറ്റ് നമുക്കുണ്ട്. അജിന ഡോക്ടർ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. ഡാലി അല്ലേ? ഞാന് കുറച്ച് ഒന്ന് തലവേദനയായിരുന്നു, പോളിയോയുടെ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തലവേദന കിടന്ന് ഉറങ്ങിപ്പോയി. നോക്കിയിരിക്കാന്ന് വിചാരിച്ചിരുന്നതാണ്, ഇതിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിയതാണോ ഡാലിയുടെ പ്രശ്നം? എന്താ? അതെ സാർ, പോളിയോയുടെ വർക്കും കാര്യങ്ങളുമായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ സാറ് പറഞ്ഞ് നോക്കിയിട്ട് ഇങ്ങനെ, അപ്പൊ 9 മണിയായോളായിരുന്നു. ഞാൻ പിന്നെ എപ്പോ ഉറങ്ങിപ്പോയെന്ന് അറിഞ്ഞില്ല. ഓക്കെ, സാരമില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. അജിന ഡോക്ടറുടെ അഭിപ്രായം
അജിനി ഡോക്ടറെ, അജിനി ഡോക്ടർ ഇല്ലേ? ഞാൻ അങ്ങോട്ട് പോയായിരുന്നു പിള്ളേർക്ക് ആ, ശാലുവിന്റെ ക്ലാസ് നന്നായി വരുന്നുണ്ട് ഓരോ ദിവസവും. നല്ല ക്ലാസ് തന്നെയായിരുന്നു. കാരണം ഓവർ തിങ്കിങ്ങിനെ കുറിച്ചും ശരിയാണ്, നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള ഒരു ബോധത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഒരാൾ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചാലും നമ്മൾ പോകും. ആ ഒരു എന്താ ചിന്തിച്ചാലും ചിന്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ എന്താ നമ്മുടെ പേടിയല്ലേ, അത് നടക്കും എന്നുള്ള നമ്മുടെ മാത്രം പേടിയാണ്. അതിൽ പകുതി പോലും നടക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളും ചിന്തിച്ചു കൂട്ടുന്നതിൽ ഒരു കാര്യവും സംഭവിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ആ ഒരു റിയലൈസേഷനിലോട്ട് നമ്മൾ എത്തേണ്ടതുണ്ട്. അത് നന്നായിട്ട് ശാലു അത് പ്രസന്റ് ചെയ്യുകയും ചെയ്തു. ഓരോ ദിവസവും പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഓരോ ക്ലാസ് കഴിയുമ്പോഴും പഴയതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട് കാണുന്നതുകൊണ്ട്. നന്നായിരുന്നു. ഇന്നൊരു ടീച്ചർ മോഡലിൽ തന്നെയാണ് എത്തിയത്. അതെ ഇത്ര നേരം നിന്ന് ക്ലാസ് എടുത്തതിന് വേറൊരു അപ്രീസിയേഷൻ ഉണ്ട് കേട്ടോ. ഇരുന്ന് ക്ലാസ് എടുക്കാതെ നിന്ന്, എനിക്ക് തോന്നുന്നു അങ്ങനെ എടുക്കുന്നതാണെന്ന് തോന്നുന്നു കംഫർട്ടബിൾ അല്ലേ? അതെ മറ്റേ ഇതിനേക്കാളും തന്നെ നമുക്ക് ഈ സ്ലൈഡിനേക്കാളും കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ല, ഡെയിലി നമ്മൾ ഇതിനെ സെഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ അത് പിന്നെ കംഫർട്ടബിൾ ആയി. പക്ഷെ അപ്പൊ അങ്ങോട്ട് തിരിയുമ്പോ ഞങ്ങൾക്ക് സൗണ്ട് പോകുന്നുണ്ട്. അതാണ് അല്ലെങ്കിൽ മറ്റേ മൈക്ക് ആണെങ്കിൽ ഓക്കെയാണ്. ഇത് തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് സൗണ്ട് ഇച്ചിരി പോകുന്നു. പിന്നെ ഇച്ചിരി ദൂരത്തോട്ട് പോകുമ്പോ എന്താ വെച്ചാൽ സൗണ്ട് കുറയുന്നെന്ന് മാത്രമല്ല, അതിന്റെ ഇടയിൽ എന്തോ ഒരു വലിച്ചില് പോലെ അല്ലേ ഡോക്ടറെ? ഇങ്ങനെ ഇടയ്ക്ക് വിട്ടുപോകുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ ക്യാമറ കുറച്ചും കൂടെ അടുത്തങ്ങ് വെച്ചാൽ മതി, ബോർഡിനോട് കുറച്ചുകൂടെ അല്ലല്ല, ബോർഡ് ഇപ്പോഴും കാണുന്നില്ല ശാലു എന്ന് പറഞ്ഞാൽ. ശാലു എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇല്ലില്ല. അതുകൊണ്ടാണ് ഞാൻ ദൂരോട്ട് വെച്ചത്, ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി. ഞാൻ ഇപ്പൊ ഇതിന്റെ മുമ്പിൽ നിൽക്കുക കേട്ടോ, അന്നേരം എന്നെ കാണാൻ പറ്റത്തില്ല. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ സൗണ്ട് ഇച്ചിരി ചിലപ്പോ എല്ലാ സെഷനിലും അങ്ങനെ ആയിരിക്കത്തില്ല. നമുക്ക് ഇന്ന് ഞങ്ങൾക്ക് കേട്ടെന്ന് പറഞ്ഞാൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, പറയുന്ന കേൾക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു വലിച്ചില് പോലെ അങ്ങനെ ഒരു ഇതാണ്. എന്നാലും ക്ലാസ് നന്നായിരുന്നു. താങ്ക് യു. ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം ഇന്നുണ്ടല്ലോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യാമോ? ജെയിംസ് ഡോക്ടറെ. ആർക്കും ഒരു സംശയമില്ല. എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെങ്കിലും ഈ സമയം ഉപയോഗിക്കണേ. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ഇതൊക്കെ വിചാരിച്ചാലും നമ്മളൊന്ന് എടുക്കാൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇച്ചിരി പാടുണ്ടല്ലേ? ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. മെന്റൽ പവർ കിട്ടാനാണ് ഇച്ചിരി പാട്. അത് നമുക്ക് കഴിയും ഡോക്ടറെ. അത് ഞാൻ എന്റെ ലൈഫ് കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ 5ാമത്തെ ഏജിലാണ് എന്റെ മദർ മരിക്കുന്നത്. 15ാമത്തെ വയസ്സിലാണ് എന്റെ ഫാദർ എന്നെ വിട്ടുപോകുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ വല്ലാത്തൊരു മെന്റലി അങ്ങ് ഡൗൺ ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വഴി കാണിച്ചു തരേണ്ട ആൾക്കാർ രണ്ടുപേരും ഇല്ലാത്തൊരു ലോകത്ത് അത് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യമൊക്കെ നമുക്ക് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് വരെ നമുക്ക് ഇങ്ങനെ തോന്നി തുടങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് കാര്യത്തിനും നമ്മളെ മൊത്തത്തില് ഞാനൊരു ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അതായത് വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ പോലും ഈ കട്ടിലിനടിയിൽ കയറുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ചടങ്ങിലൊക്കെ പോകുന്ന സമയത്ത് ഈ ആളുകളുടെ ഒരു സഹതാപം ഉണ്ടല്ലോ. അമ്മ മരിച്ചുപോയ കുട്ടിയാ, അച്ഛൻ മരിച്ചുപോയ, ആ ഒരു സഹതാപമൊക്കെ നമ്മളിങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ പിന്നെ ഇൻട്രോവേർട്ട് ആയി തുടങ്ങും. അപ്പൊ അതിന് പോകാതിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കല്യാണങ്ങൾക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു മരണം വന്നു കഴിഞ്ഞാൽ പോലും ആ വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെ ചിന്തിച്ച് എന്റെ മനസ്സിനെ ഞാൻ അങ്ങനെ തന്നെ ഓവർ തിങ്കിങ് ചെയ്ത് ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങി കൂടി.
അപ്പൊ അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോൾ ദൈവം എല്ലാവർക്കും ഒരു ചാൻസ് തരുമെന്ന് പറയുന്നത് പോലെ എനിക്കും ഒരു ചാൻസ് തന്നത് വേണമെങ്കിൽ പറയാം. ഇന്ന് ഒരുപാട് പേര് എന്താ പറയാ, ഒരാളുടെ പ്രശ്നം കേൾക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനും അത് ഇന്നതാണ് പ്രശ്നം എന്ന്, കാരണം ഇത് നമ്മൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു അനുഭവിച്ച വ്യക്തിക്ക് അത് എങ്ങനെ അത് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ അതെനിക്ക് അതിനെ പ്രാപ്തനാക്കിയത് ആ എന്താ പറയാ മുറിവുകൾ തന്നെയാണ്, ഇന്നർ വൂൺസ് തന്നെയാണ്. അത് ഞാനും ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാമ്പറിങ്, ആൺകുട്ടിയാണെങ്കിലും ഈ ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ ഈ എന്താണ് വീടിനുള്ളിൽ പോയിരുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ബെഡിൽ കമന്ന് കിടന്ന കാര്യം, പുറമേ കരയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഒരു അങ്ങനെ ഒരു ഇതുണ്ട്, ആൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം പൊതുവെ നിൽക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതിനെയൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ ഒരു ഘട്ടം എത്തിയപ്പോ നമ്മ നമുക്ക് തന്നെ തോന്നി ഇങ്ങനെ പോയാൽ മതിയോ, എന്നെ കേൾക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കേൾക്കുമ്പോൾ ഒരു സിമ്പതി മാത്രമാണ് അവർ ചൊരിയുന്നത്. അല്ലെ, ആ സിമ്പതി എനിക്ക് വേണ്ട, ഞാൻ സ്വയം പ്രയത്നിച്ച് ഒരു സ്റ്റേറ്റിൽ എത്തണം എന്ന് ചിന്തിച്ചെടുത്ത് നിന്നാണ് നമ്മളൊരു ഫാമിലി ലൈഫ് കെട്ടിപ്പടുത്തതാണെങ്കിലും, അത് നമ്മുടെ സഹോദരങ്ങളെ സിബ്ലിങ്സിനെ നല്ല രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞതാണെങ്കിലും, പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ്. പിന്നെ അത്രയും ഷൈ ആയിട്ടുള്ളൊരു പേഴ്സൺ, അല്ലെങ്കിൽ അത്രയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തി ഇന്നിപ്പോ ഒരുപാട് സ്റ്റേജുകളിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പൊ അങ്ങനൊരു സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അങ്ങനൊരു ചാൻസ് കൂടി എനിക്ക് കിട്ടിയത് തന്നെയാണ് ഞാൻ അവിടെ നമ്മുടെ ആ സെലിബ്രേഷൻ എറണാകുളത്ത് വരാനുള്ള ഒരു കാരണം അതും കൂടിയാണ്. മനസ്സിലായോ? അപ്പൊ അത് നമുക്ക് കഴിയും, മെന്റൽ ഹെൽത്ത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. കാരണം അതിനൊരു ചാൻസ് എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു ചാൻസ് ദൈവം നൽകും. ആ ചാൻസ് പിന്നെ നമ്മൾ വിട്ടുകളയരുത്, അതിൽ കയറി പിടിക്കുക എന്നുള്ളത്, ആ ട്രാക്കിലേക്ക് കയറി പിടിക്കുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഇങ്ങനെ ചാൻസ് തരണമെന്നില്ല. അപ്പൊ നമുക്ക് ജീവിതത്തിൽ അത് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് തിരിച്ചറിയുക, വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിയുക. അതിലൂടെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അവിടെയാണ്. പലർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. ഞാൻ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അത് എനിക്ക് ഭ്രാന്ത് വല്ലതും ഉണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സൈക്കോളജിസ്റ്റിനെ പോയി കാണും അല്ലെ, അല്ലെങ്കിൽ ഇന്ന ഒരു കൗൺസിലറിനെ പോയി കാണുമെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്താൽ പോലും അവര് പോയില്ല. അവര് ചിന്തിക്കുന്നത് എനിക്കൊരു പ്രശ്നവും ഇല്ല, പക്ഷേ പ്രശ്നവും ഉണ്ട്. അതിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നു. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തു. എന്തായാലും ഷാലു-രാജൻ ഒത്തിരി മാറിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ ഈ പ്രസന്റേഷൻ കാണിച്ചത്. അതായത് ഈ രീതിക്ക് പോയാൽ വളരെ വളരെ ഉയരങ്ങളിൽ എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു ആദ്യമൊക്കെ ഒരു ആത്മവിശ്വാസക്കുറവും, ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഡോക്ടർമാരിലെ വേദിയിലിരിക്കുന്നത് എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഇന്നതെല്ലാം മാറ്റി എൻ്റെ മുന്നിലിരിക്കുന്നവരെല്ലാം കുട്ടികളാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ പ്രായമുള്ളവരാണ്. അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു, അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പ്രഭാഷണം തന്നെയാണ് ഇന്ന് നടത്തിയത്. ശരിക്കും എല്ലാവരുടെയും മനസ്സിൽ കയറിപ്പറ്റാൻ ഇന്നത്തെ ഈ പ്രഭാഷണത്തിനായി എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ രീതിക്ക് തന്നെ വേണം. എന്നാൽ എനിക്കറിയാം, നമ്മുടെ ഈ വേദിയിൽ ക്ലാസ് എടുക്കാൻ ഓരോരുത്തരെ വിളിക്കുമ്പോഴും അയ്യോ ഡോക്ടറെ ഞാൻ ചെയ്താൽ ശരിയാവില്ല കേട്ടോ, അതെ ഇത്രയും പേരുടെ മുമ്പിൽ പറയുന്നത്, ഇത്രയും സീനിയർ ഡോക്ടർമാരല്ലേ അവിടെ ഇരിക്കുന്നത്, അവരോട് മുമ്പിൽ ഞാൻ പറഞ്ഞാൽ എന്താകും, ഇങ്ങനെയുള്ള ഒത്തിരി ചിന്തകളുള്ളവരാണ് നമ്മുടെ ഭൂരിഭാഗം പേരും. ഒരു 10% പേരേ ഉള്ളൂ ഡയറക്റ്റ് ആയിട്ട് ശരി എന്ന് പറയുന്നവർ, ബാക്കി 90% പേരും അങ്ങനെയാണ്. പക്ഷെ ആ പറഞ്ഞ ആൾക്കാരെല്ലാവരും ഓരോ ദിവസം കഴിയുമ്പോഴും അവരുടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും അവരുടെ അവതരണ രീതിയും ഒക്കെ മൊത്തത്തിൽ അങ്ങ് മാറുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. അവനവൻ വിചാരിച്ചാൽ അവനവന് നന്നാകാൻ പറ്റും. അതിന് എവിടുന്നെങ്കിലും ഒരു ഒരു പുഷ് ഉണ്ടാവണം. ആദ്യം ഒരു പുഷ് കിട്ടിയാൽ മതി. ആ കിട്ടിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകും. ആ ഒരു പുഷ് ആര് കൊടുക്കും, അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. എല്ലാവരും പറയും ഏയ് നീ ശരിയാവില്ല കേട്ടോ, അവിടെ മുഴുവൻ ഡോക്ടർമാരാണ്, അല്ലെങ്കിൽ പിള്ളേരാണ്, അല്ലെങ്കിൽ അവരെല്ലാം ഭയങ്കര അറിവുള്ളവരാണ്, ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആകുകയാണ്. പക്ഷെ ഒരാൾ മതി, ഈ 99 പേര് പറയുന്നതിലും ഒരാൾ മതി പോസിറ്റീവായിട്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഈ ഒരൊറ്റ ഈ ഇത് മതി
നിങ്ങൾ പിന്നീട് മുന്നോട്ട് പോകും എന്ന് പറയാൻ. അങ്ങനെ പറയാൻ ഒരാളുണ്ടെങ്കിൽ അയാൾ സക്സസ് ആവും. അതുവഴി നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ പുറത്തോട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ പോലും നമ്മളുടെ കഴിവുകളെ തിരിച്ചറിയുന്നത്. എന്തായാലും ഈ വേദിയിൽ വന്ന് ഇത്രയും നന്നായി ഒരു സെഷൻ കൈകാര്യം ചെയ്തതിന് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. ഡോക്ടർ ജെയിംസ് ഡോക്ടർ വന്നായിരുന്നു. ഡോക്ടർ ജെയിംസ് യെസ് 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 ആ ഞാന് ഇടയ്ക്കൊന്ന് മുങ്ങിയായിരുന്നു അതാ പറ്റിയെ. ആ ഹലോ ആ കേൾക്കാം കേൾക്കാമോ? കേൾക്കാം കേൾക്കാം ഡോക്ടർ. കേൾക്കാം. ഷാലുരാജിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഇതിൻ്റെ അകത്ത് കുറെ പേര് ഡോക്ടേഴ്സും അല്ലാത്തവരും ഉണ്ടെങ്കിലും എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഇമോഷണൽ ചലഞ്ചസ് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഈസ് ഓൾ ദാറ്റ് മാറ്റേഴ്സ് എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ നമ്മൾ കുറെ പേരുടെ ഈ ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ അവരുടെ ഇമോഷണൽ ചലഞ്ചസ് സ്വയം നമുക്ക് അക്സെപ്റ്റ് ചെയ്താലും ക്രമീകരിക്കാൻ പറ്റാതെ വരും. അപ്പൊ നമുക്ക് നാച്ചുറൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ പ്രയർ, മെഡിറ്റേഷന്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണലി ഫിറ്റ് ആവുക, പോസിറ്റീവ് ആവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുക. ഈ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടാലും നമ്മൾ ഈ പറഞ്ഞ നാച്ചുറൽ സോഴ്സസ് പ്രയർ, യോഗ, മെഡിറ്റേഷൻ എല്ലാം ചെയ്തിട്ടും നമ്മൾ ശങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കേരളത്തിലെ സമൂഹത്തിലുണ്ട്. അവിടെ നമുക്കൊരു ഇമോഷണൽ നറിഷ്മെന്റ് ഈസ് ദി നീഡ് ഓഫ് ദി അവർ എന്നാണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ അതുകൊണ്ട് സാറ് പറഞ്ഞു ഒരു 50% ഡിസീസ് വരുന്നത് നമ്മൾ സൈക്കോസൊമാറ്റിക് ആണ്, സൈക്കോളജിക്കലാണ്, ഇമോഷണൽ ആണെന്ന് പറഞ്ഞു. ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ കേരള സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇമോഷണലി ചലഞ്ചഡ് ആണ്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മുടെ കൗൺസിലിങ്ങും ഈ പറഞ്ഞ സൈക്കോളജിക്കൽ നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ സൈക്കോളജിസ്റ്റുകളൊക്കെ അടുത്ത്. അതെ. എന്നിട്ടും നമുക്ക് സൊല്യൂഷൻ കിട്ടാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറിന്റെ അഭിപ്രായത്തില്? എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് മാറണമെന്നൊരു ചിന്ത തോന്നിക്കഴിഞ്ഞാല് ഇത് ഈ പലപ്പോഴും പലരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരംഭ ശൂരത്വം എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും തുടങ്ങി വെക്കുന്നതിന് ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇത് കൺസിസ്റ്റൻസി അത് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. അത് ഏതൊരു ഹാബിറ്റ് മാറ്റാനാണെങ്കിലും ഏതൊരു ഹാബിറ്റ് നേടിയെടുക്കാനാണെങ്കിലും ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എനിക്ക് മാറണം എന്നുള്ള തോട്ട് വരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു മോട്ടിവേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് കുറെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആരംഭശൂരത്വം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറച്ച് ദിവസം മുൻപോട്ട് കൊണ്ടുപോകും. ചിലപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് അവർ വരുന്നത് എവിടെയാണ്? ഇപ്പം തീർത്ഥാടനാലയങ്ങള് സന്ദർശിക്കാൻ പോകുന്ന മനസ്സിന് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവര് തിരിച്ച് വരുന്നത് ആ പഴയ സാഹചര്യത്തിലേക്കാണ് ഇവർ തിരിച്ചു വരുന്നത്. അപ്പോ മാറേണ്ടത് എവിടെയാണ്? നമ്മൾ തന്നെയാണ് മാറേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ തിരിച്ച് ആ ഫാമിലിയിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഹസ്ബൻഡ് എപ്പോഴും തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല സാറേ എന്ന് പറയുമ്പോൾ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ചിലപ്പോൾ ഒരു ശാന്തി, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ പോയിട്ട് അവർക്ക് ആ ഒരു ശാന്തി കിട്ടിക്കഴിഞ്ഞാലും പക്ഷെ തിരിച്ചു വരുന്നത് എവിടെയാണ്? ആ ഒരു വീട്ടിലേക്ക് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരു പക്ഷെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷെ അവിടെ മാറ്റാൻ കഴിയുന്നത് ആ വ്യക്തി അത് മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെ? ഈ ഇമോഷണൽ ഇന്റലിജൻസ് ഞാൻ പറഞ്ഞതുപോലെ അതിലേക്ക് വൈകാരികമായിട്ട് നമുക്ക് ഒരടക്കം അല്ലെങ്കിൽ ഒതുക്കം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 90% ആൾക്കാരും അതിൽ ഫെയിൽ ആവാറുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വേറൊരു വ്യത്യസ്ത തലത്തിലായിരുന്നു. അപ്പോൾ അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞത് ഇത് തന്നെയാണ്. പല പ്രാവശ്യം പ്രയത്നിച്ചു, അത് തോറ്റു, വീണ്ടും കുറച്ച് ദിവസം ഇങ്ങനെ ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടിരിക്കുക, പിന്നെ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും തോൽക്കുക, വീണ്ടും ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ച ഒരു കൺസിസ്റ്റൻസി, ഒരു ട്രാക്കിലേക്ക് അതിന്റെ ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. എന്റെ ഒരു അനുഭവം കൊണ്ട് പറയാം. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവണമെങ്കിൽ ഇമോഷണൽ ചലഞ്ചസ് അഡ്രസ് ചെയ്യണം. ഇമോഷണൽ ചലഞ്ചസിന് കാരണം ഹോർമോൺസ് ഇംബാലൻസ് ആണ് പലപ്പോഴും. അപ്പൊ അത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോ ലൈഫ് സ്കിൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് അൺവാണ്ടഡ് ഫിയർ, അകാരണമായ ഉത്കണ്ഠയും ഭീതിയും ദേഷ്യമൊക്കെയാണ് പല അൺവാണ്ടഡ് ആണ്, റീസണബിൾ അല്ല. അതിന് കാരണം പലപ്പോഴും ഈ ഹോർമോൺ ഇംബാലൻസ് ആണെന്നാണ്
നമ്മുടെ ഹോമിയോപ്പതിക് സിസ്റ്റത്തിനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഫിയറിനും ദേഷ്യത്തിനും സങ്കടത്തിനും പേടിക്കും നിരാശയ്ക്കും ഒക്കെ മോഡേൺ മെഡിസിനേക്കാളും ഏറ്റവും വണ്ടർഫുൾ ആയിട്ട് നമുക്ക് ഈ ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ ഇമോഷണൽ ചലഞ്ചസ് അഡ്രസ് ചെയ്യാന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. ഇപ്പൊ സാറിന് അതാ സാറേ, സൈക്കോളജിസ്റ്റുകൾ അത് ചില കാര്യങ്ങൾ മെഡിസിനിലൂടെ മാറ്റേണ്ടത് മെഡിസിനിലൂടെ തന്നെയാണ് നമ്മൾ മാറ്റേണ്ടത്. ഇപ്പം അത് ഞാൻ ഫിയർ ഹോമിയോപ്പതി ജീവിച്ചൊരു വ്യക്തിയായിരുന്നു, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു. അതാണ് എന്റെ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. ചില കാര്യങ്ങൾക്ക് മെഡിസിൻ അനിവാര്യമാണ്. ചിലപ്പോൾ ആ മെഡിസിൻ തന്നെ ചിലപ്പോൾ ഒരു മധുര ഗുളിക കൊടുത്തിട്ട് ഇതിനുള്ള ക്യൂർ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ച് ഹീൽ ചെയ്യപ്പെട്ട എത്രയോ അനുഭവങ്ങളുണ്ട്. ഹോമിയോപ്പതിയിൽ തന്നെ ഉണ്ടല്ലോ. പ്ലാസിബോ അതെ എഫക്റ്റ് അല്ലേ സാറേ? ഇപ്പൊ നമ്മൾ ആനിമൽസിന് വരെ മരുന്ന് കൊടുക്കുന്ന അതൊന്നും പ്ലാസിബോ അല്ലോ, നമ്മൾ പ്ലാന്റ്സിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ അൺവാണ്ടഡ് ഫിയർ, ഇപ്പൊ നമുക്ക് ഡോപ്പമിന്റെ ഒരു ഇംബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ സെറോട്ടോണിന്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റെമഡിയേഷൻ തന്നെ വേണം. അവിടെ നമ്മൾ CBT കൗൺസിലിംഗ് ഒന്നും വർക്ക് ചെയ്യില്ല. അത് മൈൽഡ് കേസിൽ ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രോപ്പർ റെമഡീസ് കൊണ്ട് നമുക്ക് ഹോമിയോ മെഡിസിൻ ക്യാൻ ചേഞ്ച് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ എന്നാണ് നമ്മുടെ തിയറി. അതെ അതാണ് അതെങ്കിലും അതാണ് പറയാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. അക്സെപ്റ്റ് ചെയ്യും. എന്തായാലും ഡോക്ടർ നമ്മുടെ സമയം 2 മിനിറ്റൂടായി. അത് തന്നെയാണ് ഡോക്ടർ ഉദ്ദേശിച്ചത് ആദ്യം തന്നെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഷാലൂരാജിനെ പോലുള്ളവർ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഹോമിയോപ്പതിയും കൂടെ അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു വ്യക്തിയാക്കി തീർക്കാൻ പറ്റും. അത് തന്നെയല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്. അപ്പം ഡോക്ടർ ഷാലൂരാജിന് ഒരു നന്ദി പറയണം. ഞാൻ തന്നെ പറയണം. അതെ അതെ. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്നുള്ള ഒരു ഇതില് ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാനിപ്പോ ആക്സിഡന്റലായിട്ട് ഇന്ന് കണ്ടു. എന്നിരുന്നാലും അതിന്റെ പ്രസന്റേഷൻ സിസ്റ്റമാറ്റിക് ആയിരുന്നു. അത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരുന്നു. അതിൻ്റെ അകത്തൊരു നമുക്കൊരു ഡിമെറിറ്റ് ഒന്നും പറയാനില്ല. എല്ലാം നന്നായിരുന്നു, വണ്ടർഫുൾ ആയിരുന്നു. കൺഗ്രാജുലേഷൻ ആൻഡ് താങ്ക് യു ഷാലൂരാജൻ ഓൺ ബിഹാഫ് ഓഫ് IFPH. ഡോക്ടർ ജെയിംസ് തോട്ടെ, ഏതായാലും ഡോക്ടർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയതിൽ ഡോക്ടർക്ക് ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഈ നമ്മുടെ ഈ സൂം വെബിനാർ ഇത്രയേറെ ഭംഗിയാക്കി തീർത്ത ഷാലൂരാജിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇനിയും നല്ല നല്ല ക്ലാസ്സുമായിട്ട് വരണം, എത്രയും വേഗം തന്നെ വരണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ വെബിനാർ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1869 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.